എഴുത്ത് ഫീസ് പട്ടിക കാലാനുസൃതമായി വർദ്ധിപ്പിക്കാത്തതും ക്ഷേമനിധിയിലേക്ക് സർക്കാർ വിഹിതം നൽകാത്തതും ആധാരം എഴുത്തുകാരോടുള്ള അവഗണനയാണെന്ന് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളന വിശദാംശങ്ങൾ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ഒരു 65 വർഷത്തോളമായി ഞങ്ങൾ ലൈസൻസ് ഉള്ള ആളുകൾ. അതിനു മുമ്പാണെങ്കിൽ പരമ്പരാഗതമായിട്ട് ആധാരം എഴുതിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ രജിസ്ട്രേഷൻ ലൈസൻസ് ഏർപ്പെടുത്തിയ 1960 മുതൽ ഞങ്ങൾ പരീക്ഷ പാസ്സായി. അതായത് അന്നത്തെ ആധാരമെഴുത്തുകാർക്ക് വൈദഗ്ധ്യം കുറവാണ് എന്നുള്ള നിലയ്ക്കാണ് ഇതിന് ലൈസൻസ് നിർബന്ധമാക്കിയത്. അപ്പം അന്ന് മുതൽ ഞങ്ങൾ തുടർച്ചയായി ആധാരമെഴുത്ത് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഇപ്പം തൊഴിലാളി വിമുക്ത മേഖലയായി ഞങ്ങളുടെ എല്ലാവരുടെയും തൊഴിൽ നഷ്ടപ്പെടുന്ന വിധത്തിലേക്കുള്ള ചില പരിഷ്കരണങ്ങളുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വന്നു. ആധാരമെഴുത്ത് അസോസിയേഷന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 17-ന് കക്കോടി പ്രിൻസ് ഓഡിറ്റോറിയത്തിലെ മല്ലിശ്ശേരി സുനിൽകുമാർ നഗറിൽ നടക്കും. മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. MLA അഡ്വക്കേറ്റ് സജിൻ ദേവ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദു കലാധരൻ, സെക്രട്ടറി A. അൻസാർ, ട്രഷറർ CP അശോകൻ എന്നിവരും മറ്റ് സംഘടനാ നേതാക്കളും ജനപ്രതിനിധികളും സംബന്ധിക്കും. അതിന്റെ ഭാഗമായി കക്കോടി അവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിന് മുമ്പായി അവിടെ ചില സമയത്തൊക്കെ 6 മണിക്കൊക്കെ അവിടെ ആളുകൾ തിങ്ങി നടന്ന് ഇരിക്കാനൊന്നും ഒരു സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെ ഒഴിഞ്ഞു കിടന്ന ഒരു സ്ഥലം ഉപയോഗപ്പെടുത്തി അവിടെ ഒരു പാർക്ക് ഈ സമ്മേളനത്തിന്റെ ബാക്കി മൊത്തമായിട്ട് ഞങ്ങൾ അവിടെ നിർമ്മിച്ച് നൽകുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടനം രാവിലെ 8 മണിക്ക് നടത്തുകയാണ്. ആധാരമെഴുത്തുകാരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും നേടിയെടുത്തവ സംരക്ഷിക്കുന്നതിനുമുള്ള ശക്തമായ ഇടപെടലുകൾക്ക് സമ്മേളനം ഊർജ്ജമാകുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ മനോജ് ചീക്കപ്പറ്റ, ജനറൽ കൺവീനർ K. സുനിൽകുമാർ തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ തടഞ്ഞുവെച്ച അധ്യാപക നിയമനാംഗീകാരം നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന്